ഇന്ന് ഇച്ചിരി കുനഷ്ടാണ്. സത്യത്തിൽ രണ്ടെണ്ണം കിടന്ന് അടി കൂടുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സന്തോഷം. ആഹാ, രണ്ടുപേർ അടി കൂടുന്ന കാണുമ്പോൾ ഈ സ്ത്രീക്ക് സന്തോഷം തോന്നി. ഇവളത് ദുഷ്ടയാണല്ലോ. ചിരിക്കരുത്, അങ്ങനെ പറയരുത്. സിജോയും അനന്തവും തമ്മിലുള്ള യുദ്ധം. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിജോക്ക് 2 ഇടി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ഞാനാണ്. പക്ഷെ ഇപ്പം എനിക്ക് പാവം തോന്നുന്നു. എന്താണെന്നറിയാമോ, ഈ പല്ലിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുന്ന് ഒരു വശം പോയി അവൻ്റെ ആ സംസാരത്തിൽ തന്നെ അതിനകത്ത് കുറേ അങ്ങനെ ഡാമേജ് ഒക്കെ വന്നപ്പോൾ അത് കുറച്ച് പാവം തോന്നുന്നുണ്ട്. പക്ഷെ അവൻ ചോദിച്ച് വാങ്ങിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ബിഗ് ബോസിൽ അത് തെളിഞ്ഞില്ല. പുള്ളിക്കാരനെ കുറച്ച് സ്റ്റാർഡോമൊക്കെ ആയെന്ന് തോന്നിയിട്ട് ഒരു ഭയങ്കര ഷോ ഓഫ് പട്ടി ഷോയൊക്കെ ഈ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അനന്തുവിൻ്റെ തലയിലോട്ട് ഓടിപ്പാഞ്ഞേറി. അവനാണെങ്കിൽ ഇതുപോലുള്ള ഒരു പേക്കുത്തിനും പോവാതെ ഒരു മുറിക്കകത്തിരുന്നുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിമർശനങ്ങൾ പറയുന്ന ഒരു പയ്യനാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അവന് എല്ലാ ഏജിലുള്ളവരുടെയും ഒരു വ്യൂവർഷിപ്പ് ഉള്ള ഒരാളാണ് അനന്തു. ചില സമയത്ത് ഇത്തിരി അതിര് വിടും, സ്ത്രീ വിരുദ്ധത്തിൽ കൂടുതലാണ്. എനിക്ക് അതൊഴിച്ചാൽ അനന്തു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു കോമ്പറ്റീറ്ററാണ്, ഈ ഒരു ഫീൽഡിൽ നല്ലൊരു കോമ്പറ്റീറ്ററാണ്. സായിക്കൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണ്, കിക്കന്മാർക്ക് സ്പെഷ്യലി ഒരു വെല്ലുവിളിയാണ് അനന്തു. ആരോ കൂടെയും ചേരത്തില്ല. അവൻ്റെതായ നിലപാട്, അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ എന്ത് കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. പെണ്ണുങ്ങളെ പറഞ്ഞാൽ ഞാൻ അവനെ ഇടിക്കും, അത് വേറെ. ഞാനും അവൻ്റെ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ഹെൽത്തി ആയിരുന്നു. ഇത് അച്ഛന് പറഞ്ഞു, ആരാണ്, സിജോ. അപ്പൊ സിജോ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അനന്തു ഇപ്പൊ ചെയ്തത്. കാരണം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ ടൈം ലൈൻ മുഴുക്ക ഇതുപോലെ തന്നെ ആഭാസതരമായ വീഡിയോകളാണ്. സ്ത്രീകളെയൊക്കെ പറയുന്നത് കേട്ടാ. ഇക്കിളി വർത്തമാനം, ഇക്കിളി ചാനലായിരുന്നു സിജോയുടേത്. ഇപ്പോ ബിഗ് ബോസിൽ പോയ ഉടനെ അവൻ നല്ലവനാണ്. ബിഗ് ബോസിലെ അഭിനയം ഭയങ്കര സൂപ്പറായിരുന്നു, മാർബലസ് റെഡിക്കുലസ് ആയിരുന്നു. ഒരിക്കലും ഒരു സന്യാസിക്ക് ഒരു ക്രിമിനൽ ആകാൻ പറ്റും, പക്ഷെ ഒരു ക്രിമിനലിന് ഒരിക്കലും ഒരു സന്യാസി ആകാൻ പറ്റില്ല എന്ന് സിജോയുടെ ലൈഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. സിജോ അവിടെ അഭിനയിക്കുകയാണെന്നുള്ളത് വ്യക്തമായിരുന്നു എനിക്ക്. പിന്നെ ഒരു കാര്യത്തിൽ ഇതുണ്ട്, മൊത്തം ഗ്രൗണ്ട് സപ്പോർട്ട് ആർക്കാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് കിടന്ന് ജാസ്മിനെ ഒന്ന് വരട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എറിച്ചില്ല. ബിക്കോസ് അത് ജാസ്മിനെ പറയാനുള്ള യോഗ്യത അയാൾക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ ഒരു പെണ്ണ് പെട്ടെന്ന് വന്നിട്ട് ഞാനാണ് ഇവന്റെ കാമുകി എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ തേക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പെണ്ണോടിക്കൊണ്ട് വന്നത്. ഏകദേശം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ പിന്നെ മൗനമായിരുന്നു. ശത്രുപക്ഷത്തായതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ എപ്പോഴും ആക്രമിക്കുന്നു പറയുമല്ലോ എന്ന് ഓർത്തിട്ടാ മിണ്ടാതിരുന്നത്. ഇനി നമുക്ക് കോപ്രയിലേക്ക് വരാം. അയ്യോ, ആരാ ഇപ്പൊ കോപ്ര ചെറിയൊന്നും വിളിച്ചില്ല കേട്ടോ. കോപ്ര ഭയങ്കര ഡീസന്റാ. കോപ്പറിന്റെ ചേർന്നത്തെ വർത്തമാനം കേട്ടാത്തെന്ന് വെച്ചാ ആരാ ഇപ്പൊ കോപ്ര. യൂട്യൂബില് ഏറ്റവും ഡീസന്റ് ആയിട്ടുള്ളെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കോപ്പർ ഉണ്ണന് കൊടുക്കും. കോപ്പർ ഉണ്ണന് അത്രയും ഡീസന്റ് ആയ ഒരു വ്യക്തിയാ, പരമ ഡീസന്റാ. കോപ്പർ ഉണ്ണന്റെ വെളുപ്പീര് കേട്ടില്ലേ, ഷായി നല്ലവനാന്ന്. ആണോ? ഇതിനു മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ എന്തായാലും നിന്റെ ഒന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ കണ്ടവർക്കൊക്കെ അറിയാം നീയും സായിയും കൂടെ കിടന്ന് കൂടിയ ഇടിയും ബഹളവും ഒക്കെ. നീ എന്തോ ബന്ധുവാണെന്നറിയാം. ബന്ധുവായ ഷായിയെ വെളുപ്പിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി തിരിച്ചതായിരിക്കും. ഏറ്റവും കൂടുതൽ ഒട്ടി നിൽക്കുന്ന ഈ പറയുന്ന ആരാണ്, നമ്മുടെ സിജോയുമായിട്ട് കൂട്ടുകൂടി സിജോയുടെ കൂടെ നടക്കുന്ന സായിക്ക് പേരുദോഷം വരാതിരിക്കാൻ സായി ഒന്ന് വെളുപ്പിക്കാനുള്ള മർമാണി വിദ്യയും കൊണ്ട് ഇറങ്ങിയിരിക്കണം കോപ്പറും. കോപ്പറും അല്ലേ നമ്മുടെ വിഷയം, കുട്ടികളല്ലേ പറയാം. ഇപ്പൊ യുവമാരെ കുട്ടികളെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ അടിക്കാൻ വരുമോ എന്തോ. ഒരുത്തെ 30 വയസ്സായെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഞാൻ 93-ലാണ്. പിന്നെ ഞാൻ വല്ലതും പറഞ്ഞ എൻ്റെ മോനെയും പറയും അനന്തൂൻ്റെ കളി അതാണ്, എൻ്റെ കൊച്ചിനെ പറയും. അപ്പം നിനക്ക് തിരിച്ച് കിട്ടിയില്ലേ, അതാണാടാ നീ എന്നെ പറഞ്ഞാൽ അവൻ നിനക്ക് തിരിച്ച്. ഇനി മറ്റവൻ്റെ വിഷയത്തിലേക്ക് വരാം. അവിടെ തന്തയ്ക്കൊക്കെ വിളിക്കുക. എന്നാലും ഒരു പഞ്ചായത്ത് മുഴുക്ക അനന്തുവിന്റെ തന്തയാണെന്ന് പറഞ്ഞ ആ കളരി ഉണ്ടല്ലോ. അല്ല കോപ്പറു, ഇമാതിരിയൊക്കെ കൊള്ളാല്ലേ. ഇതിനേക്കാൾ വൾഗറായിട്ട് സായി ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വൾഗറായി ആളുകളെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ ഫേസ് പശുവിന്റെ ചന്തി പോലെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. എടാ, അത് തന്തയ്ക്ക് വിളിക്കുന്നതിനേക്കാൾ മോശമാണെടാ. എന്തുമാത്രം വ്യക്തി അതിശയമാണ് അതെന്നല്ലോ ഓർത്ത് നോക്കിയാണ്. ഒരു കൊച്ചു പാവം പെൺകുട്ടീനെ ഉപയോഗിക്കുന്നു. പോക്സോ കേസ് വരേണ്ടവനവൻ, അറിയാമോ? ഇതൊന്നും പോരാതെ അവിടെ ഒരു മദാമേരെടുത്ത് എടി ജോലി ചെയ്ത് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോ അവളെ ഫോണ് വിളിച്ച്, അവൻ തന്നെ ഏറ്റ കാര്യമാണ്. ഫോണ് വിളിച്ച് 10-25,000 രൂപ അയച്ചു കൊടുത്തിട്ട് എനിക്കെതിരെ വീഡിയോ ഇടാൻ പറഞ്ഞ മഹാമോനാണ് അവൻ. അല്ലടാ, ഇതൊക്കെ കൊള്ളാമോ? ഇതൊക്കെ ഓക്കെയാടാ? നാണമില്ലേ നിനക്കൊക്കെ? സത്യം പറഞ്ഞ ഈ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടാ, ഇങ്ങക്കൊക്കെ ഈ പഞ്ചായത്ത് മുഴുക്ക തന്തയല്ലടാ, മൊത്തം ഡബിൾ ഫാദർ സിൻഡ്രോം ഉള്ളവന്മാരാ. ഇപ്പൊ ഒന്നിച്ച് കഴിയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ഫേവർ ആയിട്ടിരിക്കുന്നു അപ്പൊ ഒന്ന്. അങ്ങനെ പറയുന്നവർ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ ഡബിൾ ഫാദർ സിൻഡ്രോം ഉള്ളവന്മാരെന്ന. ഏകദേശം നീയൊക്കെ അതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെക്കൻ അങ്ങനെയല്ല, അവൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. എന്നിട്ടും അവനിക്ക് തന്തയ്ക്ക് വിളിയേക്കേറ്റുന്നു. ഇതൊന്നും പോരാതെ അവന്റെ മറുപടി എത്ര ജെന്യൂൻ ആയിരുന്നു നോക്കിയാണ്. അവന്റെ അപ്പനെ എടുത്ത് വെച്ച് അങ്ങ് കൊടുത്തു.
അപ്പന് വിളിക്കുന്നത് പോലെയും ആയി, എന്നാൽ അപ്പനായിട്ട് വിളിച്ചിട്ടും ഇല്ല, അപ്പനെ ഉപദേശിച്ചു ആയി, അപ്പന്റെ ഫോട്ടോയും എടുത്തു വെച്ചിട്ടുള്ളൊരു ആക്രമണം. ഇതാണ് ആക്രമണം. പക്ഷെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അപ്പൊ ഏകദേശം സിജോ ഇപ്പൊ ആ ലെവലിലാണ്. എനിക്ക് ആ ഏറിപ്പോക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. നിനക്ക് 2 ഇടിയും കൂടെ കൊള്ളണമെന്ന് ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഒരാൾക്ക് അടി കൊണ്ടാൽ നമുക്ക് പ്രയാസമാണ് തോന്നേണ്ടത്. പക്ഷേ ഇത് നേർവിപരീതമായി എടുത്തു വെച്ച് ഉടുക്കുന്നത് കാണുമ്പോൾ കയ്യിരിപ്പ് കൊണ്ടാണെന്നുള്ളൊരു സാമാന്യ ബോധം വേണ്ട. ഒരു 50 പൈസയ്ക്ക് അടങ്ങണം. എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എവിടെയെങ്കിലും തൊഴിഞ്ഞു പോകുന്നതായിരിക്കും വൃത്തി. ഇതിനകത്ത് കിടന്ന് തിത്തയ്യ കളിക്കാൻ പോകരുത്. കാരണം നീ ഇനി നല്ലവനാവുക പ്രാക്ടിക്കലേ അല്ലടാ. നിന്റെ ചാനല് അമ്മാതിരി ഊള ചാനലായിരുന്നു. നീ എന്നെ തെറി വിളിച്ചതിനുള്ള പ്രതിഫലമായിരുന്നു നിനക്ക് ബിഗ് ബോസിലേക്കുള്ള എൻട്രി. ആ കാലത്ത് അങ്ങനെയായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ ഷെഫീനായി ആരൊക്കെ തെറി വിളിക്കുന്നോ അവർക്കൊക്കെ ബിഗ് ബോസിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ കയറിപ്പോയ കുറെ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഷെഫീനായെ കൊണ്ടാണ് മറ്റേ മൈമൂൻ അതിനകത്ത് കയറിയത്. ഷെഫീൻ ആക്രമിക്കുന്നു, ഇരവാദം. ഷെഫീനയ്ക്ക് എതിരെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് ദിയ സുന അവിടെ കൊണ്ട് കയറ്റി. സുന ചേച്ചിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ബിഗ് ബോസിലേക്ക് ആളെ കയറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നല്ല കാര്യം, ഒരാൾക്ക് നല്ലത് തോന്നാൻ നമ്മൾ നല്ലത് പറയണ്ടേ. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ച് ഹൈപ്പ് കിട്ടും, ഹൈ ആകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. പിന്നെ ഉളുപ്പൊന്നും ഇല്ലാതെ ഭയങ്കര തിക്ക് സ്കിന്നും കൊണ്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. തിക്ക് സ്കിൻ എന്ന് പറയുന്നതിനേക്കാൾ മലയാളത്തിൽ എന്താ പറയുക, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും കൊണ്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. എന്തായാലും ഇവരുടെ വഴക്കിന്റെ ഇടയിലേക്ക് കുറെ അധികം പേര് വന്ന് ന്യായവും വായ്ത്താളം ഒഴിച്ച് സിജോയെ അങ്ങ് ആക്രമിച്ച് തകർക്കുന്നുണ്ട്. നിങ്ങളാണ് ഇവരെ വളർത്തിയത്, അത് മറന്നുകൊണ്ടാ. നിങ്ങളുടെ ഉത്തമ സുഹൃത്താണ്. കിക്കന്മാരുടെ കിക്ക് കൂട്ടായ്മയിലുള്ള കിക്കനാണ് അവനും. അപ്പൊ അവൻ കിക്കനാണെന്ന് പറഞ്ഞൊരു പ്രശ്നം വരാതിരിക്കാൻ തനിക്ക് പറയാൻ പറ്റാത്തത് കൊപ്രൂനെ കൊണ്ട് പറയിക്കുന്ന ഒരു പ്രത്യേകതരം വെടലയാണ് ഷായി കൃഷ്ണ. എടാ നമ്പ ഈസിയുടെ വിവരമില്ലടാ നിനക്ക്. ഇതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യരെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? കഷ്ടം തന്നെ കേട്ടാ. പിന്നെ കോപ്രു പണ്ടേ വായ്ത്താളത്തിന്റെ വീരനാ. വെറുതെ ഇരുന്നങ്ങോട്ട് വായ്ത്താളം അടിപ്പാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു വാഴയില്ല, ഒരു മാങ്ങയില്ല. ഏതായാലും ഇവന്റെ ഒന്നും കുട്ടികളൊന്നും പുറം ലോകം കാണാത്തത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളവർക്കൊന്നും കാണാൻ പാകത്തിന് ഇവൻ കൊച്ചുങ്ങളെ ഒന്നും കൊണ്ടൊന്നും തരാത്തോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അതുങ്ങളാണ് ഇതിന്റെ ഏറ്റവും പറ്റിയ മോശപ്പെട്ട വശങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അല്ല, അതങ്ങനെ അനുഭവിക്കണം. കാരണം എൻ്റെ കുഞ്ഞ് അത്രത്തോളം രീതിയിൽ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവന്മാരെയൊക്കെ വായ്ത്താളം കൊണ്ട് തന്നെ. അപ്പൊ ഏകദേശം ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് വെച്ച് പറഞ്ഞതാണ്. ഒരു വ്യക്തി എത്രത്തോളം വൾഗറാകാം എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് സിജോ. അഭിനയിച്ചാലൊന്നും ആളുകളെ പറ്റിക്കാനാകത്തില്ല. നമ്മളൊക്കെ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതും ഒക്കെ ഡിഫറെൻ്റാണ്. ജീവിച്ചു പോകാനുള്ള വഴി ആലോചിക്കുക. അത് ശരിയാണ്, വ്ളോഗൊക്കെ നല്ലതാണ്. പെണ്ണുമ്പോൾ അതുപോലെയൊക്കെ ചെയ്തു കൊണ്ടുവരട്ടെ. നീ അവിടെ ഇരുന്നിട്ട് വായ്ത്താളം അടിക്കും. പെണ്ണുങ്ങൾ അമരാവതിച്ചിട്ട് വായ്ത്താളം അടിക്കുന്നത് നിനക്ക് ചേരുക. പിന്നെ നിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം മൂല്യമുള്ളവരാ. നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം വിവരമുള്ളത് ഏകദേശം കമ്പിക്കഥ കാണുന്നവരാണ്. അത് തന്നെയാണ് നിന്റെ ഒരു കിളി ചാനലാണ്, പൈങ്കിളി ചാനൽ. ആ ചാനലിന്റെ നിലവാരമേ നീ ബാക്കിയുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. നിനക്ക് അതേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. നീ അത്രയും നിലവാര തകർച്ച നേരിട്ടൊരു ഇതാണ്. ബിഗ് ബോസ് ഷോ എന്നൊരു ഷോയ്ക്കകത്ത് അതും നിന്റെ പല്ലടിച്ചു കൊഴിച്ചു എന്നുള്ള ഒരൊറ്റ സംഗതി കൊണ്ട് മാത്രം കിട്ടിയ സിമ്പതിയുടെ പുറത്ത് നിനക്ക് കിട്ടിയ വ്യൂവർഷിപ്പും നിനക്ക് കിട്ടിയ അക്സെപ്റ്റൻസും വെച്ചുകൊണ്ട് നീ ഈ തന്തയ്ക്ക് വിളി നടത്തിയതിന് നിനക്ക് എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നടക്കം നല്ല മറുപടി തന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കി. അപ്പൊ എന്റെ ഭാഗം കൂടെ നിനക്ക് കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാനെന്താ ഉണ്ടായിരിക്കണേന്ന് തോന്നൂലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓൾ ദ ബെസ്റ്റ് ബഡി. അപ്പോൾ എന്തായാലും കെട്ടിക്കയറി ഇങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. നീ എന്നെ നാട് കടത്തണം എന്നല്ലേ പറഞ്ഞത്? എന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവൻ വായ്ത്താളം അടിച്ചത്. ഈ സ്ത്രീ രാജ്യത്തിനാപത്ത്. ഇവന്മാരൊക്കെ കേരളത്തിനാവത്തെന്ന് പറഞ്ഞപ്പോൾ അവൻ രാജ്യത്തിനാവത്തെന്നാണ്. എന്നിട്ട് എന്നെ ഇവിടുന്ന് നാട് കടത്തണമെന്നാ പറഞ്ഞു. ആണോടാ? ഞാൻ നാട് കടന്നില്ല. നീ ഏതായാലും നാട് കടക്കുന്നതിനല്ല നല്ലത്. നല്ല എഡ്യൂക്കേഷനിലേടാ. എവിടെയെങ്കിലും പോയി ജോലി ജീവിക്കാൻ നോക്ക്. വായ്ത്താളം അടിച്ച് വായ്ത്താരി അടിച്ചായിട്ട് നടക്കാതെ. ഇത്രയും പേരോട് നീ എങ്ങനെ അടിച്ച് നിൽക്കും? മല്ലയ്യ അനന്തു ഒരു സംഘടനയിൽ ഇല്ലെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പേര് വന്ന സ്ഥിതിക്ക് നീ തോൽവി അങ്ങ് സമ്മതിച്ചു കൊടുക്കും. തോറ്റുറ നല്ലതാ. തോൽവി വിജയത്തിന്റെ ആദ്യ പടിയാണ്. നീ ജയിക്കും, നീ ജയിക്കണം. നീ ജയിച്ചാലേ ശരിയാവുള്ളൂ. പെണ്ണുമ്പടയുടെ മുമ്പിലെങ്കിലും ഒരു അല്പ അന്തസ് കാണിക്കണ്ടടാ. പറയുന്ന വിഷയത്തിന് എതിർപ്പ് ഉണ്ടെങ്കിൽ ആ എതിർത്ത വിഷയം പറയുക. പക്ഷെ നമ്മുടെ ചാനലിലുള്ള സർവത്ര സാധനങ്ങളും അങ്ങോട്ട് കൂട്ടണം. അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് അവൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. അപ്രപാളികളിൽ നിന്റെ മുഖം വളരെ വിചിമ്പ്രചിച്ചും വികൃതമാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. കൊള്ളാം കേട്ടാ. നല്ല പുണ്യാളൻ ചമയലാണ്. ബിഗ് ബോസിനകത്ത് ഭയങ്കര ആക്ഷനും ഒക്കെ റിയാക്ഷനും ഒക്കെ ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ആ പെങ്കൊച്ചുങ്ങളെ തൂക്കിക്കൊണ്ട് കിടന്ന് ബാക്കിയുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ ഒരുമാതിരി കുരുക്കി കാണിച്ചാണൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിൻ്റെ മറുപടി ആളുകളിൽ നിന്നുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായ ഒരു യുദ്ധനീതിയാണ്.
ഏതായാലും ആൾ ദ ബെസ്റ്റ്. കണ്ടപ്പോൾ പറയുന്നുള്ളൂ, ഒരാളുടെ പതർച്ചയിൽ തളർച്ചയിൽ ചിരിക്കുന്നതല്ല. ഇത് ഇവൻ്റെയൊക്കെ പതർച്ച തളർച്ച എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം ദ്രോഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എമ്മാതിരി ആയിരുന്നെന്നറിയാമോ ടീം വർക്ക്, എന്തൊരു തെറിവിളി, 10-15 ഈ കോറസ് പോലെ പറയുന്ന ഇവന്മാർക്കെതിരെ ആക്ഷൻ ഉണ്ടാവണം. ഒരുത്തൻ പറയണത് മറ്റൊരുത്തൻ ഏറ്റുപാടും, ഉടനെ കുറേ പേര് അവിടെ പോയി വാങ്ങി കയറിയിരിക്കും. ഓ ഇവനും ഇത് തന്നെ പറഞ്ഞു, കോപ്പി പേസ്റ്റ് റാൻ. പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറയണം, അമ്മ ഈ സീരിയലിൻ്റെ റിലേ ഉണ്ട്, ഐ മീൻ രാവിലെ സീരിയൽ ഇട്ടാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ഇടും, പിന്നെ രാത്രി എൻ്റെ റിപ്പീറ്റ് ഇടും, രാത്രി 12 മണിക്ക് വീണ്ടും റിപ്പീറ്റ് ഇടും. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം UK ഒരു ടൈം, അതിന് ചൈനയിൽ ഒരു ടൈം, ദുബായിലൊക്കെ ഒരു ടൈം, ഇന്ത്യയിൽ ഒരു ടൈം. അപ്പോൾ ആ ടൈം കൺസേൺ ചെയ്താണ് അവരങ്ങനെ വീണ്ടും വീണ്ടും പ്രക്ഷേപണം ചെയ്തത്. ഇത് 4 നേരം മെനക്കെട്ടിരുന്ന അവർ കാണും വീട്ടിൽ സീരിയലിൻ്റെ ഒരു ബഹളമാണ് എന്നൊക്കെ ഒരു കൂട്ടുകാരി എനിക്ക് പരാതിയെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയെ പറ്റി പറഞ്ഞത്. അപ്പം അതേപോലെ ഒരു അവസ്ഥയാണ് ഇതും. ഏത് ചാനലിട്ടാലും ഒരേ സാധനം, ഒരേപോലെ ഒരേ റിപ്പീറ്റേഷൻ. ഒരാളെങ്കിലും ഇത് മാറ്റി പറയണേ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ്. അല്ല നിങ്ങൾക്കൊക്കെ നല്ല അക്സെപ്റ്റൻസ് ആണ്, ചൊറി കസ്റ്റമേഴ്സ് ഒത്തിരി ഉള്ള ആൾക്കാരല്ലേ നിങ്ങൾക്ക്. ആൾ ദ വെരി ബെസ്റ്റ്. കണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു കേട്ട. ഇതാണോടാ കർമ്മ എന്ന് പറയുന്നത്. നന്നായിട്ട് കിട്ടിയില്ലേ? കോപ്രയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കോപ്രയ്ക്ക് കിട്ടുന്നത് കുറച്ച് നല്ല ഹാർഡായിട്ട് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കിട്ടുക മാത്രമല്ല, അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശം കുടുംബത്തിന് അനുഭവിക്കേണ്ടി വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. എനിക്കെൻ്റെ ആഗ്രഹം പറയാമല്ലോ. ഞാൻ തപ്പായിട്ട്. താങ്ക് യു സോ മച്ച്.